ഹലോ, ഈ ഫോട്ടോയിലുള്ളത് ആരാന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാലോ. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഇവരാരാണ്, എന്തിനാ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊക്കെ നിങ്ങൾക്കറിയാം. കാരണം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ ആലോചിച്ചില്ല, തമ്പനയിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാകും. പോട്ടെ, അപ്പോൾ എന്തായാലും മക്കളെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞേക്കാം. ഈ പറയുന്ന സിനിമ ഏതാ നിങ്ങൾക്കറിയാം, നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. അഥവാ നമ്മുടെ എക്കണോമിക്സും ലോകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, നമ്മുടെ മലയാളത്തിലെ വലിയ റെക്കോർഡൊക്കെ കൊണ്ടുവന്ന സിനിമയാണ്. നല്ല വിഷ്വൽ ട്രീറ്റ് ഒക്കെ നല്ലൊരു സിനിമ തന്നെയാണ്, കാണാനൊക്കെ പറ്റുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ മിക്കവാറും പേര് ഒരുപക്ഷേ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു മാസത്തോളമായല്ലോ സിനിമയ്ക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്, എക്കണോമിക്സും ലോകവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ബന്ധം കൊണ്ടുവരാൻ പറ്റും? ഉറപ്പായിട്ടും സംബന്ധം ഇരിക്കുന്ന കൈതി പറഞ്ഞ പോലെ ഇവിടെയും ഒരു സംബന്ധം ഇരിക്കും. നമുക്ക് എന്താ സംബന്ധം നോക്കട്ടോ. ആദ്യമായിട്ട് സംഗതി ഇത്രേ ഉള്ളൂ. ലോക എന്ന് പറഞ്ഞ സിനിമ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിലാട്ടോ ഞാൻ ഈ കണ്ടന്റ് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മോയയാകുന്നില്ല അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ലോക എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് എന്താണ് ഇവിടെ പഠിക്കാനുള്ളത്? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഇനി ചാപ്റ്റർ പഠിക്കാൻ പോകുന്നുണ്ടാവും. ഉറപ്പായിട്ട് സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ടൈപ്സ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറയാറുണ്ട്. കാഷ്വൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലി തൊഴിലാളികൾ. ഓക്കെ, അതായത് ദിവസേന കൂലിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂലി തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ? റെഗുലർ സാലറീഡ് എംപ്ലോയീസ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ വകുപ്പുണ്ട്. അവർക്ക് എന്താണ്, ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് കമ്പനിയിലേക്കും അവർ ജോലി ചെയ്യുന്നുണ്ടാവാം. അവർക്ക് ലീവ് എടുത്താൽ പോലും സാലറി കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ ജീവനക്കാരെന്താണ്, റെഗുലർ സാലറിയുടെ അഥവാ ഈ പറഞ്ഞ ഔപചാരിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് എൻ്റെ ചോദ്യം ഇതാണ്, ഈ ജോലി ചെയ്യേണ്ട പ്രായം ഉണ്ടല്ലേ, എത്ര മുതലാണ്? 15 വയസ്സ് മുതൽ 59 പറയാറുണ്ടായിരുന്നു ആദ്യം, ഇപ്പം അങ്ങനെയല്ല. 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറയും? വർക്ക് ഫോഴ്സ് എന്ന്, ലേബർ ഫോഴ്സ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ ആളുകളുടെ നിരക്ക് അല്ലേ. ഈ 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് ജോലി ചെയ്യുന്ന പ്രായം എന്ന് പറഞ്ഞ്, ഈ പ്രായത്തിലുള്ള ആൾക്കാരിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പോലും ജോലി കിട്ടാത്ത അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ. അവരെ നമ്മൾ എന്ത് പറയും? അൺഎംപ്ലോയിഡ് എന്ന് പറയും. അപ്പോൾ ഈ 3 ടൈപ്പ് ആൾക്കാർ, ഇവരെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഒറ്റ കാര്യം ഈ ലോക സിനിമയായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ആൾക്കാരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നമ്മളതിൽ കാണുന്ന കഥാപാത്രമാണ് നെസ്ലൻ്റെ കഥാപാത്രം. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ. ആ സിനിമയിൽ എന്താണ്, സ്പോയിലർ ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നരുത്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിച്ചിട്ടോ. നെസ്ലന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന നെസ്ലൻ എന്ന് പറയുന്ന കഥാപാത്രം ജോലിയൊന്നും ഇല്ല, പെട്ടെന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ തേരാപ്പാര നടക്കുന്നു. നമ്മളതിന് പറയുന്ന പേരാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ പറയുന്ന നെസ്ലൻ്റെ കഥാപാത്രം അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം വെറും അൺഎംപ്ലോയ്മെൻ്റ് അല്ല. ആ അൺഎംപ്ലോയ്മെൻറ്റ് പേര് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. എന്താ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വേറെ ഒന്നുമല്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയൊന്നും കിട്ടാത്തൊരവസ്ഥക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനിയൊരു പ്രത്യേകത കൂടി ഈ സിനിമ കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലുള്ളൂ. നെസ്ലൻ അവിടെ നേരിടുന്ന യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് തൊട്ട് താഴ്ന്ന കമ്പനി ഉണ്ടോ. ഇനി രണ്ടാമത്തെ ആളെ ഞാൻ കാണിച്ചു തരാം. ഇവരാണ് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ സിനിമയിലെ കൊടൂര വില്ലനായിട്ടൊക്കെ അഭിനയിച്ച് മാരകമായിട്ട് അല്ലേ, സാൻഡി മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലിയോ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് കോഫി കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചോക്ലേറ്റ് കോഫി അത് പറഞ്ഞപ്പോഴാണ് ടൂർ പോയ സമയത്ത് ഞാനും ചോക്ലേറ്റ് കോഫി ഇവിടെ കൊടൈക്കനാൽ ചെന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാറട്ടെ, അങ്ങനെ ഒരു സംഭവമല്ല. നിങ്ങളുടെ അറിവിൽ ചോക്ലേറ്റ് കോഫി അങ്ങനെ കിട്ടുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടതായിരുന്നു കമൻറ്റ് ചെയ്യണ്ടോ എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ബെറ്റ് വെച്ചിരുന്നു, ബെറ്റ് ഞാൻ ജയിക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ സാൻഡി മാസ്റ്റർ അല്ലെങ്കിൽ ഈ സിനിമയിലെ കഥാപാത്രമായിട്ട് വന്നിട്ട് നാച്ചിയപ്പ എന്ന് പറഞ്ഞ കഥാപാത്രം, അദ്ദേഹം സർക്കാർ ഓഫീസറാണ് അല്ലേ. എന്താണ് സർക്കാർ, ഈ കർണാടക സർക്കാരിലെ പോലീസുകാരനാണ്. അപ്പോൾ സർക്കാർ എംപ്ലോയിയാണ് അദ്ദേഹം, ഒരു പെർമനൻറ്റ് എംപ്ലോയിയാണ്. അതുമാത്രമല്ല സർക്കാർ ജീവനക്കാരനാണ് അദ്ദേഹം. വർക്ക് ചെയ്യുന്നതാണ് ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔപചാരിക മേഖലയിൽ. നിങ്ങൾ നോക്കി, ഒരു ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ ആൾ. അപ്പോൾ ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം ആരാണ്, ഒരു റെഗുലർ എംപ്ലോയിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. ഇദ്ദേഹത്തിന് പനി വന്നു, അസുഖത്തിന് ചികിത്സിക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. അതുപോലെ പനി വന്നപ്പോൾ ലീവ് എടുത്തു, എന്താ പോലീസുകാരനല്ലേ, പനി വരുമല്ലോ. അപ്പോൾ പനി വന്നപ്പോൾ ലീവ് എടുത്തു, അതിനെന്ത് ചെയ്യും, ലീവ് വിത്ത് സാലറി ഉണ്ടാവും അല്ലേ. ഇനി കുടുംബത്തിലെല്ലാവർക്കും അസുഖങ്ങളൊന്നും വെച്ചു, അമ്മക്കൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു, എന്തോ എവിടെയോ ഞരമ്പൊക്കെ പൊട്ടിയെന്നോ ചോര വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിലൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും എന്ത് ചെയ്യാം, ചികിത്സക്ക് കിട്ടും, മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റും ആർക്ക് കിട്ടുന്നുണ്ട്, ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ്, ഇവിടെ നമ്മുടെ സിനിമയിലെ നായിക കഥാപാത്രമായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുടെ ഹൃദയം എന്ന് തന്നെ പറയാൻ പറ്റുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രം. പേരെന്തായിരുന്നു? ഓക്കെ, കല്യാണി പ്രിയദർശൻ്റെ കഥ ഞാൻ പറയുന്നില്ല, പേരറിയാം. അപ്പോൾ ഈ കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചത് അവരെന്താ ജോലി ചെയ്യുന്നത്, അവരൊരു സാധാരണ ഒരു എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഈ
ഫ്രൈഡ് ചിക്കൻസിൻ്റെ ഒരു ഷോപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഷോപ്പ് സെറ്റപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയാൽ മാത്രമേ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവർക്ക് ക്യാഷ് കൊടുക്കുകയുള്ളൂ അല്ലേ. ഒരു ദിവസം ഇവർക്ക് രാവിലെ എണീറ്റപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും പനിയാണല്ലോ ട്രെൻഡ്. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ഒന്നും വിചാരിക്കാം, അന്ന് ജോലിക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ സിനിമ തന്നെ പറയുന്ന 2-3 സ്ഥലങ്ങളൊന്നും അന്ന് ഓഫീസിൽ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിക്ക് പോകണില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവരന്ന് ജോലിക്ക് പോയില്ല എന്ന് വിചാരിക്കുക, അവർക്ക് അന്ന് കൂലി കൊടുക്കും? ഒരിക്കലുമില്ല അല്ലേ. കാരണം ഇവർ വർക്ക് ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ പറഞ്ഞ ഫോർമൽ സെക്ടറാണോ? അല്ല, ഇവർ വർക്ക് ചെയ്യുന്നതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയും, അഥവാ അനൗപചാരിക മേഖല എന്ന് പറയും. ഞാൻ PPT കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആക്കി വേറെ ഒന്നുമല്ല, ഒന്ന് ജസ്റ്റ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല. നമ്മൾ വരെ പറയുന്ന മറ്റൊരു പേരാണ് അനൗപചാരിക മേഖല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അനൗപചാരിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന ആൾ. ഓക്കെ, ഇവർക്ക് എന്തുണ്ടാവില്ല, സ്ഥിരമായിട്ട് ശമ്പളം എന്ന് പറഞ്ഞ സംഭവമല്ല ഉണ്ടാവുക, ഇവർക്ക് കൂലിയാണ് കൊടുക്കുക. എന്താ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സിനിമയിലേക്ക് ഇനി നമ്മൾ പോകുന്നില്ല. കൂലി എന്ന് പറഞ്ഞാൽ ഡെയിലി മാത്രം കിട്ടുന്ന സംഭവമാണ് അല്ലേ. എന്നാൽ ഇവിടെ കിട്ടുന്ന ഈ പറയുന്ന വില്ലൻ കഥാപാത്രത്തിന് കിട്ടുന്നത് സാലറിയാണ്. സാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ശമ്പളം, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് തൊട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശമ്പളവും കൂലിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കൂലിക്ക് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട്, വേജ് എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തൊട്ട് താഴെ കമന്റ് ചെയ്യണം. മറ്റൊരു കാര്യം ചോദിച്ചതാണ്, ഈ ഫോർമൽ സെക്ടറല്ല ഇൻഫോർമൽ സെക്ടറിലാണ് നായിക കഥാപാത്രം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ന് കൂലി കിട്ടില്ല. അപ്പോൾ അവർക്ക് എന്താണ്, അന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇവർക്ക് പനി വന്നു, എന്തെങ്കിലും സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടാവോ? ഉണ്ടാവില്ല. അതേപോലെ മറ്റൊരു കാര്യം, ഇവർക്ക് എന്ത് ചെയ്തു, ഇനി ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്ത് അസുഖം വന്നു, മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല. അതുപോലെ പെൻഷൻ ഉണ്ടാവുമോ? ഇല്ല. PF ഉണ്ടാവുമോ? ഇല്ല. ഗ്രാറ്റുവിറ്റി ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇതൊക്കെ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? നമ്മുടെ വില്ലൻ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ആൾക്ക് മാത്രമേ ജീവിതത്തിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ക്യാഷ്വൽ ലേബർ എന്ന് പറഞ്ഞാൽ തന്നെ കൂലി തൊഴിലാളി നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് എംപ്ലോയീസ് അല്ല നമ്മൾ പറഞ്ഞത്. എംപ്ലോയ്മെൻറ്റ് ഒരുപാട് ടൈപ്സ് നോക്കുമ്പോൾ 2 ടൈപ്പ് നമുക്ക് വരുന്നത്, ഒന്ന് ഫോർമൽ സെക്ടറും മറ്റൊന്ന് ഇൻഫോർമൽ സെക്ടറും. ഔപചാരിക മേഖല, അനൗപചാരിക മേഖല. ഇനി ജോലി ഇല്ലാത്ത ആൾക്കാരുടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കഥാപാത്രമാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ലോക എന്ന് പറയുന്ന സിനിമ, ഈ പറയുന്ന ഒരൊറ്റ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ കണ്ടൻസും, ഈ ചാപ്റ്ററിന് നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സിലെ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ, ഓക്കെ, നമ്മുടെ 7ാമത്തെ യൂണിറ്റ് ഉണ്ട്, ഇന്ത്യൻ എക്കോണമിയിലെ 7ാമത്തെ യൂണിറ്റ്, അതിൻ്റെ ഒരു 70% കണ്ടൻറ്റ് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് ഈ പറഞ്ഞ സിനിമ കണ്ടാൽ തന്നെ കുറേ റിലേറ്റ് ചെയ്താൽ കിട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഏത് കാര്യം നമ്മൾ എക്കണോമിക്സിൽ കണക്ട് ചെയ്തൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കോൺസെപ്റ്റ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതാണ്, നിങ്ങൾ ഈ സിനിമയിൽ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ, അത് നമ്മുടെ എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ പോയിക്കോട്ടെ. അതിന് മുൻപായിട്ട് ഇങ്ങനെയുള്ള കൂടുതൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ എജുപോർട്ടിൻ്റെ ചാനൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് വരാം മക്കളെ. ഏറ്റവും പുതിയ കണ്ടന്റ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, വേറെ ഒന്നുമല്ല, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പഠിപ്പിക്കാൻ എജുപോർട്ട് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതികൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും പരീക്ഷാ ഹാളിൽ നമുക്ക് ഈ സംഭവം ഓർമ്മ വന്നിട്ട് നമ്മൾ ഇത്തരം സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.